വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ വലിയൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് കുറച്ച് നാളുകൾക്ക് അകം നമ്മുടെ 6 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് ബീഹാർ ആണ്, പിന്നെ കേരളം, പുതുച്ചേരി, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ. ഈ ഇത്രയും സംസ്ഥാനങ്ങൾ 6 സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ഈ 6 സംസ്ഥാനങ്ങൾ ഒരു വലിയൊരു മാസീവ് ഡ്രൈവ് നടത്താനായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ആ ന്യൂസ് വന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ വിൽ ക്യാരി ഔട്ട് ആൻ ഇന്റൻസ് റിവ്യൂ ഓഫ് ഇലക്ട്രൽ റോൾസ് ടു വീഡ് ഔട്ട് ഫോറിൻ ഇല്ലീഗൽസ് ബൈ ചെക്കിംഗ് ദെയർ പ്ലേസ് ഓഫ് ബർത്ത് എന്നാണ് പറയുന്നത്. അതായത് ഈ 6 സംസ്ഥാനങ്ങളിലെയും ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കണ്ടുപിടിക്കാനുള്ള ഈ ഇലക്ഷൻ കമ്മീഷനിൽ ഈ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ എൻറോൾ ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു വലിയൊരു ഡ്രൈവാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്ന് പറയുന്നു. പ്രധാനമായിട്ടും വെസ്റ്റ് ബംഗാളിൽ ഇത് നടക്കും എന്നുള്ളത് കൊണ്ട് മമതാ ബാനർജിയുടെ നെഞ്ചിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ കേരളവും ഈ ഹിറ്റ് ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കേരളത്തിൽ നമ്മുടെയൊക്കെ ഒരുപാട് നാളത്തെ ആവശ്യമായിരുന്നു. കാരണം ഇവിടെ പായിപ്പാടും പെരുമ്പാവൂരും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് വരെ ഇവര് കിടന്ന് അഴിഞ്ഞാടുകയാണ്. അപ്പൊ ഇവരെ നിയന്ത്രിക്കാൻ ആളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു അവസരം ലാക്കാക്കിക്കൊണ്ട് ഈ ഒരു സംഭവം നടത്തുമ്പോൾ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ സംബന്ധിച്ച വോട്ടർ പട്ടികയിൽ എൻറോൾ ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാവരെയും തൂക്കി പറക്കിയിട്ട് പരിശോധിക്കും. വ്യാജ ആധാർ കാർഡുണ്ടോ, വ്യാജ ID ഉണ്ടോ, തെരഞ്ഞെടുപ്പ് ഇതുണ്ടോ, കാർഡുണ്ടോ, വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് എവിടെയാണോ എല്ലാം പരിശോധിക്കുമല്ലോ. ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ അവന്റെ ഗർഭപാത്രം വരെ പോയി പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ ഇന്ത്യൻ പൗരനാണെന്ന് തിരിച്ചറിയാനുള്ള സെറ്റപ്പ് കിട്ടത്തുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ രണ്ടുണ്ട് ഗുണം കേന്ദ്രത്തിന്. ഒന്നാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് പരിശോധിക്കാൻ പറ്റുന്നതുകൊണ്ട് ഇവിടെ അതിഥി തൊഴിലാളികളാണ് ഇവിടെ തുടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇടക്കമുടക്കായിട്ട് പറയാൻ ഒരുത്തിനും വരില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൻനിർത്തിക്കൊണ്ട് കേന്ദ്രത്തിന് അവന്മാരുടെ കണക്കൊക്കെ നൈസ് ചുളിവിനെടുക്കാനും സാധിക്കും എന്നുള്ളതാണ്. ഇനി മമതാ ബാനർജി വല്ലതും പറയുമെന്ന് പറഞ്ഞൂടെ. എന്താണ് ഈ നീക്കത്തിന് പിന്നിൽ എന്ന് ബിജുചേട്ടന് തോന്നുന്നത്? ഇത് ഇപ്പോ ഒരു വാർത്ത മാത്രമായിട്ടാണ് പുറത്തു വന്നത്. ഇത് നാളെ ഒരു ആക്ഷനായിട്ട് പുറത്തു വരുമ്പോ ഈ വെസ്റ്റ് ബംഗാളിലൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ഇത് ഈ ഒരു പ്രവൃത്തി തുടങ്ങിയിട്ട് കുറച്ച് ആളുകളായി ഇങ്ങനെ ആളുകളെ പുറത്താക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നടക്കം ഈ അനധികൃതമായി കുടിയേറിയിട്ടുള്ള ബംഗ്ലാദേശികളെ പിടികൂടുന്നുണ്ട്, അവരെ നാട് കടത്തുന്നുണ്ട്. വലിയ രീതിയിലൊന്നും അല്ല എങ്കിൽ പോലും ഇതിപ്പോൾ സ്വാഭാവികമായി തന്നെ ഇത് പ്രശ്നമാകാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനം വെസ്റ്റ് ബംഗാളാണ്. കാരണം വെസ്റ്റ് ബംഗാളിൽ വലിയ രീതിയിൽ തന്നെ ബംഗ്ലാദേശികൾ കടന്നു കയറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക്, അത് കേരളവും തമിഴ്നാടും അടക്കം ഉള്ളിടത്തും ഇവർ ഉണ്ട്. തിരുപ്പൂരൊക്കെ മുമ്പ് ഇത്തരത്തിലുള്ള ആളുകളെ പിടികൂടുകയും പുറത്താക്കുകയൊക്കെ ചെയ്തിരുന്നു. മറ്റേ ഒന്നെന്ന് പറഞ്ഞാൽ ആസാമാണ്. ആസാമിൽ അവർ ഏറെക്കുറെയൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഇടങ്ങളാണ് മെയിനായിട്ടുള്ളത്. പ്രധാനം ഈ പറയുന്ന വെസ്റ്റ് ബംഗാൾ തന്നെയാണ്. മുമ്പ് നമ്മുടെ കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് തന്നെ 2 കോടി ഉണ്ടെന്നാ പറഞ്ഞത്. 2 കോടി ആളുകൾ ഇവിടെ ഉണ്ട്, ബംഗ്ലാദേശികളുണ്ടെന്നാണ്. അപ്പൊ അവരെല്ലാം കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായ ഒരു ജോലിയാണ്. വളരെ എളുപ്പത്തിൽ അവരെ കണ്ടെത്താൻ കഴിയില്ല. ഒരുപക്ഷെ ഈ ഡ്രൈവ് തുടങ്ങുമ്പോൾ അതൊരു വലിയ പബ്ലിസിറ്റിയോടുകൂടിയൊക്കെയാണ് ഈ ഡ്രൈവ് തുടങ്ങുന്നതെങ്കിൽ കുറച്ചധികം പേര് അവരുടെ നാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഈ വ്യാജ കാർഡും ഒക്കെ വെച്ച് പിടിച്ചു കഴിഞ്ഞ പ്രശ്നമാകുമോ എന്നൊക്കെ കരുതിക്കൊണ്ട് കുറെ അധികം പേർ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നീട് ഈ രാഷ്ട്രീയ പാർട്ടിക്കാര് കേരളത്തിലടക്കം ഇവരെ വലിയ രീതിയിൽ ഉപയോഗിക്കുമോ എന്നൊരു സംശയമുണ്ട്. കേരളത്തിലൊക്കെ ഒരുപക്ഷെ അതിന് സാധ്യതകൾ കുറവായിരിക്കും, വെറുതെ പുല്ലാപ്പ് പിടിക്കണ്ട എന്ന് കരുതിയിട്ട് അങ്ങനെ. പക്ഷെ വെസ്റ്റ് ബംഗാളിലെ മമതാ ബാനർജിയെ നിലനിർത്തുന്നത് തന്നെ ഈ വോട്ട് ബാങ്കാണ്, ഈ വോട്ടർമാരാണ്. അല്ല, കേരളത്തിലേക്ക് വരുമ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉള്ളത്, ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഈ പോപ്പുലർ ഫ്രണ്ട് പണ്ട് അറിയാലോ ചേട്ടൻ, നമ്മള് എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പോപ്പുലർ ഫ്രണ്ട്. യവന്മാര് നമുക്കറിയാം, ഇവിടെ പിണറായി വിജയൻ വിളിച്ചാൽ പോലും 10 അണികളെ കിട്ടണമെങ്കിൽ ബിരിയാണി കൊടുക്കണം. പിന്നെ കേരളത്തിൽ നിന്ന് പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാരെ വാൻ അറേഞ്ച് ചെയ്ത് വിളിച്ചുകൊണ്ടുവന്ന് വലിയ പ്രഹസനത്തിലൊക്കെയാണ് ഇവരെ കൊണ്ടുവന്ന് ഇറക്കുന്നത്. ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ നടന്നപ്പോൾ അൻവറിന്റെ റാലിയിൽ പങ്കെടുത്ത ആൾക്കാരുടെയൊക്കെ പോയി ചാനലുകൾ ബൈറ്റ് വെച്ചപ്പോൾ അവർ പറയുന്നത് ഒരു ബിരിയാണി കിട്ടും എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു സാഹചര്യമുള്ള ഒരു കേരളത്തിൽ, പ്രബുദ്ധരായിട്ടുള്ള ഒരു കേരളത്തിൽ, ഈ പോപ്പുലർ ഫ്രണ്ടിന് മാത്രം രാത്രി ഞങ്ങൾ ഇതാ പ്രതിഷേധിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സ്വിച്ച് ഇട്ട പോലെ ആൾക്കാർ സംഘടിക്കുന്നത് മുഴുവൻ ആരാണ്? ഈ ബംഗ്ലാദേശികളാണ് എന്നാണ് പറയുന്നത്. അത് വിഷ്വൽസ് കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും, ഒന്നും ഇവിടെ ഉള്ളവന്മാരല്ല, എല്ലാം ഈ ബംഗ്ലാദേശി തീവ്രവാദികളാണ് ഈ സംഘടിച്ചു വരുന്നതെന്ന് കൃത്യവും വ്യക്തമായിട്ട് അറിയാം. അപ്പൊ യുവന്മാരെ എല്ലാം ഈ ചെറിയ ചെറിയ പോക്കറ്റ് ഷോപ്പുകളുണ്ടല്ലോ, അതായത് ഈ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ പോപ്പുലർ ഫ്രണ്ട് സജീവമായിരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഈ ചെറിയ ചെറിയ കടകൾ ഒരുപാട് തുടങ്ങിയിരുന്നു. കടകൾ എന്ന് പറഞ്ഞാൽ അത് എന്ത് കടകളും ആവാം. ചിലപ്പോൾ ഈ ചെറിയ പോക്കറ്റ് പോലെ, അതായത് ഈ പെട്ടിക്കൂട് പോലെയുള്ള തുണിക്കടകളാകാം,
പെട്ടിക്കൂട് പോലെയുള്ള മൊബൈൽ ഷോപ്പുകളാവും. ഇതിനകത്ത് നിൽക്കുന്നത് മൊത്തം ഈ ബംഗാളികൾ ഉമാരുമാണെന്നുള്ള ആരോപണം ആ സമയത്തെ അതിഭീകരമായിട്ട് എയറിലുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു സമയത്ത് പോപ്പുലർ ഫ്രണ്ട് ഇവരെ അതിഗംഭീരമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇന്ന് ആ സംഘടന നിരോധിക്കപ്പെട്ടപ്പോ ഇവന്മാരെല്ലാം ഇവിടെ സ്ലീപ്പർ സെല്ലുകളായിട്ട് കഴിയുകയാണ്. അപ്പൊ അവർക്ക് ഇവന്മാരെ കൃത്യമായിട്ട് ഉപയോഗിക്കാമെങ്കിൽ, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന് സമാനമായിട്ടുള്ള ഏതെങ്കിലും ഒരു സംഘടന ഇതുപോലെ വരികയാണെങ്കിൽ അവർക്കും ഇവരെ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. കഴിഞ്ഞ ദിവസം ഹിറ്റ് ലിസ്റ്റ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. 959 പേരെയാണ്, ഒരു ജഡ്ജി വരെ ഉണ്ട് അതിനകത്ത് ഇവന്മാര് കൊല്ലാൻ പദ്ധതിയിട്ടതിൽ. അപ്പൊ അതൊരു ഭീഷണിയായിട്ട് നമ്മുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന ഒരു വാളായിട്ട് ഇവന്മാരിങ്ങനെ നിലനിൽക്കുകയല്ലേ. തീർച്ചയായിട്ടും അത് ഇല്ലാതായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇപ്പൊ ഈ ഡ്രൈവ് തുടങ്ങുമ്പോൾ കുറച്ച് പേരൊക്കെ അവരുടെ നാടുകളിലേക്ക് മടങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ കുറച്ച് പേരായിരിക്കും. ബാക്കിയുള്ളവരെയൊക്കെ ഇതുപോലുള്ള പൊളിറ്റിക്കൽ പാർട്ടികളും സംഘടനകളും ഒക്കെ ചെല്ലും ചെലവും കൊടുത്തിട്ട് ഇവിടെ നിലനിർത്തുന്നവരുമായിരിക്കും ഒരു വലിയ വിഭാഗം. അതെയാണ് നമ്മൾ പേടിക്കേണ്ടത്. അത് മാത്രമല്ല, ഈ ആധാർ കാർഡ് ഒക്കെ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നു. എല്ലാവർക്കും ഇനി ഒറ്റ കാർഡ് ഒരു പദ്ധതി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതായത് സെപ്പറേറ്റ് വോട്ടേഴ്സ് ലിസ്റ്റ് ഇല്ല, വോട്ടേഴ്സ് ID ഇല്ല, എല്ലാത്തിനും കൂടെ ഒരു കാർഡ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയി മാറുകയാണ് കാര്യങ്ങളൊക്കെ. ഏതായാലും ഇതിന്റെ ഒരു വലിയ എഫക്റ്റ് വെസ്റ്റ് ബംഗാളിലായിരിക്കും. മമതാ ബാനർജി ഇനി എന്ത് പറയും എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. കാരണം അവിടുത്തെ ഒരു 6 ജില്ലകളിൽ ഇവർക്ക് വലിയ മേധാവിത്വമുണ്ട്. 6 ജില്ലകളും തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തമായ ജില്ലകളാണ്. 6 ജില്ല എന്ന് പറയുമ്പോൾ കുറഞ്ഞത് ഒരു ജില്ലയിൽ ഒരു 7 നിയോജക മണ്ഡലം വെച്ചിട്ട് ആണെങ്കിൽ പോലും 6 ജില്ലകളുടെ അവസ്ഥ എന്താകും? അത്യാവശ്യം നല്ല സീറ്റാണ് അവിടുന്ന് വരുന്നത്. അപ്പൊ അതൊക്കെ കൊണ്ട് ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആകും എന്നുള്ളത് അറിയില്ല. മിക്കവാറും ചില സംഘർഷങ്ങളിലേക്കൊക്കെ അത് എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഇലക്ഷൻ കമ്മീഷൻ ഈ ഒരു നടപടിയുമായി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ പ്രതിഷേധങ്ങൾ പല വഴിക്ക് വരും. ആ പ്രതിഷേധത്തെ നേരിടാനായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരും കൂടി രംഗത്തിറങ്ങിയേ മതിയാവും. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലികൾ മുഴുവൻ ചെയ്യുന്നത് അധ്യാപകരും മറ്റുമാണ്. അവരാണ് പോയി കണക്കെടുക്കേണ്ടതും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അത് സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കടന്നു കൂടിയിട്ടുള്ള വ്യാജന്മാരെ ഒരുപക്ഷെ തിരിച്ചറിയാൻ പറ്റിയേക്കും. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു രീതി ഈ പരസ്പരം പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് നീക്കിക്കളയുന്ന രീതിയുണ്ട്. പക്ഷെ ഇത് അതിനേക്കാൾ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടെ ഇരുന്ന് ചെയ്യേണ്ടതായി വരും. പ്രാദേശികമായി തന്നെ ഇവരൊക്കെ ഇവിടെ ഉള്ളതാണോ അല്ലയോ എന്നൊക്കെ ഇരുന്ന് തീരുമാനിച്ച് വെട്ടിക്കളയേണ്ടി അതൊട്ട് വരും. അതൊരു സങ്കീർണമായ ഒരു കാര്യമാണ്. ഈ വെസ്റ്റ് ബംഗാളിലേക്ക് വരുമ്പോൾ ഈ വെസ്റ്റ് ബംഗാളിൽ കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണല്ലോ. ഈ ഡ്രൈവ് അഥവാ തുടങ്ങുകയാണെങ്കിൽ എൻ്റെ ഒരു സംശയമാണ്, എന്തായിരിക്കും, എവിടെ നിന്നായിരിക്കും ഇവർ തുടങ്ങുന്നത്? ഐ മീൻ, എന്തായിരിക്കും പരിശോധിക്കുക പ്രധാനമായിട്ടും? ഈ വെസ്റ്റ് ബംഗാളിൽ പോയി കഴിഞ്ഞാൽ ഒരു ന്യായമായിട്ടുള്ള ചോദ്യമാണ്. കാരണം മമതാ ബാനർജി ഇവർക്കെല്ലാം ആധാർ കാർഡ് എടുത്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അത് വ്യാജ ആധാർ കാർഡാണെന്ന് പറയുന്നു. അത് കണ്ടുപിടിക്കാൻ പോലും കഴിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒറിജിനാലിറ്റിയാണ് ആധാർ കാർഡിനുള്ളതെന്ന് പറയുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനത്ത് മുംബൈയിൽ 18 ലക്ഷം റേഷൻ കാർഡുകൾ ഇപ്പൊ മാത്രമാണ് കണ്ടുപിടിച്ചത്. കാരണം അത്രയും ഇല്ലീഗൽസ് അവിടെ ഉണ്ടായിരുന്നു ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവന്മാര് പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട അരിയും പൊരിയും ശർക്കരയും ഉണ്ടയൊക്കെ വാങ്ങിച്ചിട്ട് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് അത് കരിഞ്ചന്തയെ കൊണ്ട് വിൽക്കുകയാണ്, അല്ലാതെ അവര് ഭക്ഷിക്കുന്നില്ല. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു ഡ്രൈവ് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇത് എവിടെ നിന്ന് സർക്കാർ തുടങ്ങും? കാരണം കണക്കില്ലാതെ കിടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ കേരളത്തിലേക്ക് വന്നാൽ പോലും എത്ര പേര് കേരളത്തിൽ ഒളിച്ചിരിപ്പുണ്ടെന്നോ എത്ര പേര് ഇവിടെ വന്നുവെന്നോ ഇവർക്ക് ഒന്നും ഒരു കണക്കുമില്ല, ഒരു കാര്യങ്ങളും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ കേന്ദ്രത്തിന് കൃത്യമായിട്ടുള്ള കണക്കുണ്ടോ ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറി വന്ന ആൾക്കാരുടെ? അല്ല, ഇതിപ്പോ ചെയ്യാൻ പോകുന്നത് വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുക എന്നൊരു ചടങ്ങായിരിക്കും. മതിയായ രേഖകളുമായിട്ട് വന്ന് പുതുക്കാത്തവരെയൊക്കെ ഔട്ടാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്ന ലളിതമായ മാർഗം. അങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതുമായിട്ട് ഓരോ ഏരിയയിൽ വെക്കുക. അവിടെ നിങ്ങൾ മതിയായ രേഖകളുമായി വരൂ, വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കാൻ സമയമായി എന്ന് പറയുന്നു. ഇവിടെ ആണ് ഒരു പരിധി വരെയൊക്കെ കള്ളവോട്ടുകാർ പോകുമായിരിക്കും. അതല്ലെങ്കിൽ ധനുഷ് പറഞ്ഞത് കണക്ക് ഇപ്പോ വ്യാജ ID ഒക്കെ ആയിട്ടാണ് വരുന്നവരെങ്കിൽ അവിടെ വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാൻ മറ്റ് പാർട്ടിക്കാർക്കും മറ്റും ചലഞ്ച് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പാടായിരിക്കും. ഇപ്പൊ നമ്മുടെ ഇലക്ഷൻ ബൂത്തിനകത്തൊക്കെ എല്ലാ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇരിക്കുകയും വോട്ടിനെ ചലഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യും. ഇത് ഇവിടുത്തെ വോട്ടല്ല, ഇയാൾക്ക് ഡബിളിംഗ് ഉണ്ട് വോട്ട് എന്ന് പറഞ്ഞ് ചലഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനൊരു സാഹചര്യത്തിലേക്കാണ് വരുന്നതെങ്കിൽ കുറച്ചുകൂടെ സംഘർഷഭരിതമാകും. പക്ഷെ വെസ്റ്റ് ബംഗാളിനൊക്കെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഹോൾഡ് ഏരിയകളുണ്ട് ഒരുപാട് സ്ഥലത്ത്. അപ്പൊ അവിടെയൊക്കെ സക്സസ് ആയി വരികയും ചെയ്യും. ഇപ്പൊ ചെയ്യാൻ പോകുന്ന കാര്യം ഇതായിരിക്കും: നേരിട്ട് നിങ്ങൾ നിങ്ങളുടെ രേഖകളുമായിട്ട് വരൂ, നമുക്കിത് പുതുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് വരാനുള്ള സാധ്യതകളാണ് കൂടി നിൽക്കുന്നത്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട വ്യാജ കാർഡുകളെയൊക്കെ പിടിക്കാൻ പറ്റും.
അല്ല, ഈ ആസാമില് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നില്ല. ആസാമിലും ബീഹാറിലും ഒക്കെ. ഈ കേരളവും തമിഴ്നാടും വെസ്റ്റ് ബംഗാളുമാണ് ഇപ്പോ ഇവരെ കൊണ്ട് പ്രശ്നബാധിതമായിട്ട് നിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ? ആസാമിൽ അവർ കഴിഞ്ഞ കുറെ കാലമായിട്ട് അവിടെ അനധികൃതമായിട്ടുള്ള അത് ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്തിട്ടാണ് അവരെ അവിടുന്ന് പതുക്കെ പതുക്കെ കുടിയേറാൻ അവർ സമ്മതിക്കുന്നില്ല. കുടിയേറിയവരെ അവർ ഉം. പതുക്കെ പതുക്കെ അവിടെ തട്ടാനുള്ള ഒരു ശ്രമം തുടങ്ങിയിട്ട് നാളുകളേറെയായി. കാരണം അത് ആസാമിലെ ജനം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അതിനകത്ത് വളരെ കൗതുകകരമായ കാര്യം വെച്ചാൽ ആസാമിലുള്ള തദ്ദേശീയരായിട്ടുള്ള മുസ്ലിങ്ങളും അതിനനുകൂലമാണ്. കാരണം ഇവര് ഉം. ഉം. വരുന്നത് കൊണ്ടുകൂടി അവരുടെ ഒരു ആനുകൂല്യങ്ങളാണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ അവരെല്ലാം കൂടെ ഒന്നിച്ച് നിന്നുകൊണ്ടിരുന്ന ഒരുപാട് നാളുകളായി. അവിടെ ഏകദേശം ഒക്കെ ക്ലിയർ ആയി വരുന്നു എന്ന് തന്നെ പറയാം. അവിടെ വലിയ കുഴപ്പങ്ങൾ വരുന്നില്ല. പിന്നെ ബീഹാറിലടക്കം ഉണ്ട്, അതും ഒക്കെ ഒരു പരിധി. പക്ഷെ വെസ്റ്റ് ബംഗാളാണ് ഒട്ടും മാറാതെ നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം ഈ വെസ്റ്റ് ബംഗാളിലൊക്കെ ഉള്ളത് വർഷങ്ങളായിട്ട് കുടിയേറിയവരാണ്. ഇതിനെയൊക്കെ തിരിച്ചറിയുക ഉം. തന്നെ വലിയ പ്രയാസകരമാണ്. അതിൽ പലരും ഇവിടെ വന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് വളരെ ഈസി അല്ല. താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ